ഗ്രേസ് ഓഗട്ട് എഴുതിയിട്ടുള്ള ദ ഗ്രീൻ ലീവ്സ് എന്നുള്ള ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്, ഇതിൽ എന്താണ് മെയിനായിട്ടും പറയുന്ന ഒരു തീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഗ്രീഡിനെ കുറിച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷൻസിനെ കുറിച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് പീപ്പിളിൻ്റെയും വൈറ്റ് പീപ്പിളിൻ്റെയും ഇടയ്ക്കുള്ള അവരുടെ കൾച്ചറിൻ്റെയും അവരുടെ വിശ്വാസങ്ങളിലൊക്കെയുള്ള ആ ഒരു ഡിഫറൻസിനെ കുറിച്ചായിക്കോട്ടെ, അതേപോലെ തന്നെ ക്രൈംസിനെ കുറിച്ചായിക്കോട്ടെ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇതിനകത്ത് കാണുന്നതായിട്ട് അറിയാനായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പ് ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഗ്രീൻ ലീവ്സ് എന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ഇത് ഫുള്ള് ലൈൻ ബൈ ലൈൻ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ലെങ്ത് ആയി പോകും എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സമ്മറി ആയിട്ടാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിന്നൊക്കെ കുറേ സൗണ്ടുകൾ കേൾക്കുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ന്യാഗറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സ്പെല്ലിങ്ങൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക, ന്യാഗർ. അപ്പോൾ ന്യാഗറിനെ ഇവിടെ നിന്നൊക്കെയോ ആരൊക്കെ കുറേ പേര് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് വീടിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ട് ആൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ എണീച്ചിട്ട് വൈഫ് എവിടെ നോക്കുന്ന സമയത്ത് വൈഫിനെ ഒന്നും അവിടെ കാണാനില്ല. അപ്പോൾ വൈഫിൻ്റെ പേര് ന്യാമുന്തേ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ വൈഫിനെ അവിടെ കാണുന്നില്ല. അപ്പോൾ എന്തായാലും ആൾ പുറത്തിറങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് വളരെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തുന്ന അത്രയും ക്ലോസ് ആയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്. അപ്പോൾ അങ്ങനെ ആളെന്ത് ചെയ്യുന്നുണ്ട്, ആൾ വേഗം എണീച്ച് പുറത്ത് പോയിട്ട് ആളെ ഗേറ്റൊക്കെ തുറന്നിട്ടിട്ട് എന്ത് ചെയ്യാണ്, പുറത്തൊരു കുറ്റിച്ചെടിയുടെ പുറകിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആൾക്ക് ഓൾറെഡി ഒരു അറിയുന്ന പോലെയാണ് എന്താണ് സംഭവം എന്ന് അറിയുന്നത് പോലെ, എക്സ്പെക്ട് ചെയ്തിരുന്ന പോലെയാണ് ആളുടെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡൊക്കെ കാണുന്നത്. അപ്പോൾ അതിന് മുന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 3-4 പുരുഷന്മാർ മുന്നിൽ ഓടി പോകുന്നുണ്ട്. അതിൻ്റെ പുറകെ ആയിട്ട് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ ഫോളോ ചെയ്തിട്ട് വരുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പിടികൂടാൻ വേണ്ടി, അതായത് 3-4 പേര് മുന്നിൽ ഓടുന്നുണ്ട്, അതിൻ്റെ പുറകെ പിടികൂടാൻ വേണ്ടി ഒരു കൂട്ടം ആളുകളാണ് പോകുന്നത്. അപ്പോൾ ഈ പിടികൂടാൻ വേണ്ടി പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള നമ്മുടെ ന്യാഗറും എന്ത് ചെയ്യണം, കൂടെ ചേരുകയാണ്. അപ്പോൾ അവർക്ക് ഇവരുടെ കോൺവെർസേഷനിൽ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നിൽ പോയ 3-4 പേര് കാറ്റിൽ തീവ്സ് ആണ്, അതായത് കന്നുകാലികളെയൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോയി വിറ്റ് പൈസ വെക്കുന്ന അങ്ങനത്തെ ആളുകളെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിക്കുന്നതാണ് സീന്. അപ്പോൾ അതാണ് സംഭവം എന്നൊക്കെ നമുക്ക് അവരുടെ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ന്യാഗറും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലെ ആളുകളുടെ കൂടെ ഇവരെ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കള്ളന്മാരെ അവിടെ നിന്ന് ഓടുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അവിടെ ആക്ച്വലി പാലം കടക്കാണ്ട് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇവരുടെ കണ്ണിൽ നിന്ന് അവർക്ക് ഒന്നാമത് ഇരുട്ടാണ്, നേരം പുലർന്നിട്ടില്ല. അപ്പോൾ മാത്രമല്ല വഴി അത്രയും പരിചിതമല്ലാത്തതുകൊണ്ട് തന്നെ ആ ബ്രിഡ്ജ് അവർ കാണുന്നില്ല. അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കുറേ പേര് ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടുന്നുണ്ട്, ചിലർ പുഴ കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ പിടിക്കാൻ വന്ന ആളുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരാൾ ഇതേപോലെ തന്നെ പുഴയുടെ ഭാഗത്തേക്ക് പോയി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ആളെന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കുറ്റിച്ചെടികളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലേക്ക് അപ്രത്യക്ഷമായി പോവാണ്. അവിടെ പോയിട്ട് ആളെ തിരയുന്നുണ്ട്. പക്ഷേ ആരൊക്കെ അയാളെ ഫോളോ ചെയ്ത് എത്താനായിട്ട് സാധിക്കുന്നില്ല. വേറൊരാൾ ഇതേപോലെ ഒരു കത്തി എടുത്തിട്ട് ഇവരുടെ ഈ ഫോളോ ചെയ്യുന്ന ആളുകളെ എറിഞ്ഞിട്ട് അയാളുടെ മേത്ത് അതിലത്തെ ഒരാളുടെ ദേഹത്ത് കൊണ്ട് മുറിവൊക്കെ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു അതായത് ഈ തീഫുകളിലുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വിം ചെയ്തിട്ട് ആ ഒരു പുഴ കടന്ന് സുഖമായിട്ട് രക്ഷപ്പെട്ട്, ഇവരാരും എക്സ്പെക്ട് ചെയ്യുന്നില്ല പുഴ നീന്തി കിടക്കുന്നൊന്നും. പക്ഷേ അയാളെ കുത്തിയിട്ട് എന്ത് ചെയ്യണം, ഈ പുഴ നീന്തി കിടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കത്തിയുടെ ആ ഒരു കുത്തു കൊണ്ടിട്ടുള്ളത് ഒമറോ എന്നുള്ള ഒരാൾക്കാണ്. അപ്പോൾ ആളുടെ ഷോൾഡറിൽ കത്തി കൊണ്ട് നമ്മുടെ ന്യാഗർ എന്ത് ചെയ്യുന്നുണ്ട്, അത് പറിച്ച് മാറ്റിയിട്ട് അയാളുടെ മുറിവൊക്കെ പൊത്തിപ്പിടിച്ച് രക്തം വാരുന്നതൊക്കെ നിർത്താനായിട്ട് ശ്രമിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇയാൾക്ക് അവിടെ കുത്തുകൊണ്ട് ഓൾറെഡി, എന്നിട്ട് ഈ കള്ളൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ വേറൊരു തീഫാണ് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ വീണ് പോകുന്നുണ്ട്. അപ്പോൾ ആളുകൾ എല്ലാവരും കൂടി അയാളെ പിടിച്ച് നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പെരുമാറി വിടുന്നുണ്ട്. അപ്പോൾ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്ര നേരം ഓടിയിട്ടില്ല. അപ്പോൾ കൂടുതൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് പെരുമാറുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇവരെ നല്ല രീതിക്ക് പെരുമാറുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ കുത്തു കൊണ്ടിട്ടുള്ള നമ്മുടെ ഒമറോ ഉണ്ടല്ലോ, അപ്പോൾ ഒമറോയ്ക്ക് വേദനയുണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും അയാൾ അവിടെ നിന്ന് വിളിച്ചു പറയണം, അതായത് ഈ കള്ളനെ അടിച്ച് കൊല്ലാനാക്കി വരും. അപ്പോൾ ഒമറോ വിളിച്ചു പറയാണ്, അതായത് അയാളെ നിങ്ങളുടെ കൈ കൊണ്ട് മരിക്കേണ്ട, ഇവിടെ വെച്ച് മരിക്കേണ്ട, കാരണം മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ആത്മാവ് ഇവിടെ നമ്മുടെ വില്ലേജിൽ തന്നെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇയാൾ മരിക്കുന്ന സമയത്തേക്കും ഇയാളെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് എത്തിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു നെഗറ്റീവ് സംഭവമൊക്കെ കിട്ടാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വില്ലേജിനുമാണ്. അപ്പോൾ നമുക്ക് ഇയാളെ മരിക്കുന്നവരെ കാത്തു നിൽക്കണ്ട, ഇവിടെ ഇട്ടിട്ട് നമുക്ക് പോവാം, എന്നിട്ട് നാളെ രാവിലെ വന്നിട്ട് ബറി ചെയ്യാം എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് ആരും കൊണ്ടുവരികയാണ്, ഒമറോ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. അതായത് മരിക്കുന്ന സമയത്ത് ആളവിടെ ഉണ്ടെങ്കിൽ ആളുടെ ആത്മാവ് ഇവിടെ വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇവർ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്, കുറച്ച് ഇയാൾ മരിക്കുന്നതിൻ്റെ മുന്നേ വീടുകളിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഗ്രീൻ ലീവ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇയാളെന്നെ പൊതിഞ്ഞ് കെട്ടിയിട്ട് ഇവരവിടെ കിടത്തിയിട്ട് ഇവരെന്ത് ചെയ്യാൻ രാവിലെ വന്ന് എല്ലാം ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവർ ആളുകളൊക്കെ കൂടി തിരിച്ചവരുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ന്യാഗറിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ ന്യാഗറിൻ്റെ അടുത്ത് പറഞ്ഞു, ശരി ഇന്ന് നാളെ നേരത്തെ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യാഗറിനെ വീട്ടിലാക്കിയിട്ടാണ് ഇവരെല്ലാവരും കൂടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ന്യാഗർ വീട്ടിലെത്തുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം
ആൾക്ക് മെഡിസിൻ കഴിക്കാണ്ട് ആ മെഡിസിനൊക്കെ കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതിനുശേഷം ആൾ എന്ത് വിചാരിക്കണം, അയാളുടെ മനസ്സ് ഫുള്ള് ആ ഒരു മരിച്ച ആൾ, അയാളുടെ ആ ഒരു കള്ളൻ്റെ അടുത്താണ് ഇയാളുടെ മനസ്സുള്ളത്. ഇയാളെ അവിടെ ഒറ്റയ്ക്കിട്ട് പോകുന്നില്ലേ, ആദ്യമൊക്കെ അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ പാവം മനുഷ്യനെന്ന് വിചാരിക്കും. പക്ഷേ ഇയാളെ ചിന്ത പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഓൾറെഡി കുറച്ച് എന്താ പറയുക 6 കന്നുകാലികളെ ഇവർ നാട്ടിൽ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോയി വിറ്റിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കള്ളന്മാരുടെ കയ്യിൽ എന്തുണ്ടാവും, തീർച്ചയായിട്ടും പൈസ ഉണ്ടാവും ഈ ആൾക്കാർ. അപ്പോൾ ഈ പൈസ ഒന്നും ഈ നമ്മുടെ കൂടെ പോയ നാട്ടുകാരും സെർച്ച് ചെയ്ത് നോക്കിയില്ലല്ലോ. അപ്പോൾ ഇയാളുടെ കയ്യിൽ തീർച്ചയായിട്ടും പൈസ ഉണ്ടാവും. എന്തിനാ പൈസ വെറുതെ കളയണേ, അയാൾ എന്തായാലും മരിച്ചു, അപ്പോൾ പൈസ നമുക്ക് എടുക്കാമല്ലോ എന്നുള്ള പ്ലാനിൽ ഇയാൾ എന്ത് തീരുമാനിക്കുകയാണ്, തിരിച്ച് അയാളുടെ അടുത്തേക്ക് തന്നെ പോയിട്ട് ആ പൈസ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് തപ്പിയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ അത് വലിയൊരു സംഭവം ആവുമല്ലോ. ഈ ബാക്കിയുള്ളവരൊക്കെ എന്താ, നാട്ടുകാരൊക്കെ പൊട്ടന്മാരാണ്, അവരാരും അത് ചെയ്തില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അയാൾക്ക് ഭയങ്കര തോന്നില്ല. അയാൾ തീരുമാനിക്കുകയാണ് ശരി അയാളുടെ അടുത്തേക്ക് പോവാം, ഒരുപാട് പൈസയൊക്കെ അയാളുടെ പോക്കറ്റിൽ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ അയാളുടെ ഉള്ളൊരു പേടിയൊക്കെ തോന്നുന്നു, ഇനി ചെല്ലുന്ന സമയത്ത് ഇനി എങ്ങാനും മറ്റേ രക്ഷപ്പെട്ടു പോയ കള്ളന്മാർ അവിടെ ഉണ്ടാവുമോ, ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ എനിക്ക് അടി കിട്ടുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതേ കൂടെ തന്നെ അയാളെന്നും വിചാരിക്കുന്നുണ്ട്, ഇല്ല അത്രയും പൊട്ടന്മാരൊന്നും ആവില്ല അവർ, ഇങ്ങനെ ഒരു അപകടം നടന്നിട്ട് ഇനി ഇവിടെ നിൽക്കില്ല, അവരൊക്കെ നാട് വിട്ടിട്ടുണ്ടാവും എന്നൊരു ധൈര്യത്തിൽ അദ്ദേഹം പോകാനായിട്ട് പുറപ്പെടാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അയാൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ നിയാഗർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാം പഴയ പോലെ തന്നെ ഇവരെങ്ങനെയാണോ അവിടെ പൊതിഞ്ഞ് കെട്ടിയിട്ട് പോയിട്ടുള്ളത് അതുപോലെയൊക്കെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവിടെ എത്തിയ സമയത്ത് വീണ്ടും ഇയാൾക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടി എന്താ പറയുക ഭയങ്കര ടെൻഷനായിട്ട് തോന്നുകയാണ്. അയ്യോ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ ഇത് ഭയങ്കര നെർവസ് ആയിട്ട് ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ വിചാരിക്കണം പൈസ കിട്ടിയിട്ടൊന്നുമില്ല, ആളിങ്ങനെ അടുത്ത് പോയി നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആൾ വിചാരിക്കും ഈ പൈസയും കൊണ്ട് ഇപ്പോൾ ഞാനിനിപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഭാര്യമാരെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും അത്രയും എന്താ പറയുക റിച്ചും അല്ല ഞാൻ. അപ്പോൾ ഇതിപ്പോൾ പൈസയ്ക്ക് ആവശ്യമുണ്ടോ, പൈസ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അല്ല ആരും റിച്ച് ആയിട്ടുള്ളവരൊന്നുമില്ല, എല്ലാവർക്കും പൈസയ്ക്ക് ആവശ്യമുള്ളതല്ലേ, അപ്പോൾ ഇതൊരു തെറ്റൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളെന്ത് ചെയ്യണം, ശരി ആ പൈസ എടുക്കാൻ തന്നെ ആൾ തീരുമാനിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇല വെച്ചിട്ടൊക്കെ കവർ ചെയ്തിട്ടാണ് ആ ബോഡി കിടക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, ഇയാൾ വേഗം ഇലയൊക്കെ റിമൂവ് ചെയ്തിട്ട് ആളുടെ ഓരോ പോക്കറ്റിലായിട്ട് കൈയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാ പോക്കറ്റും എംറ്റിയാണ്. അപ്പോഴാണ് ആൾക്ക് ഓർമ്മ വരുന്നത്, അങ്ങനെയല്ല ഇത്തരത്തിൽ ഉള്ള ആളുകൾ ഇങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു കഴുത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കോഡ് തൂക്കിയിട്ട് അതിനകത്തൊരു സംഭവം ഉണ്ടാകും, അതിനകത്തൊരു ബാഗ് പോലെ ചെറിയൊരു ബാഗ് ഉണ്ടാകും, അതിനകത്താണ് ഇവർ പൈസ ആയിട്ട് വയ്ക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ബാഗ് ഉണ്ടാവും ഇയാളുടെ, തീർച്ചയായിട്ടും അതിലായിരിക്കും പണം ഉണ്ടാവുക എന്നുള്ള മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അയാൾ വേഗം തപ്പി നോക്കുകയാണ്. അപ്പോൾ അതേപോലെ കഴുത്തിൽ അതിൻ്റെ ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്, കോഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അയാൾ തലവഴി ഊരിയെടുക്കട്ടെ എന്നുള്ള രീതിക്കൊക്കെ പ്ലാൻ ചെയ്ത് ഊരിയെടുക്കാൻ ശ്രമിക്കുന്നതും അവിടെ എന്താ സംഭവിക്കും, പെട്ടെന്ന് അയാളുടെ കണ്ണിൽ റൈറ്റ് ഐയിലായിട്ടൊരു നല്ലൊരു അടി കൊള്ളുന്നതാണ് അയാൾ അറിയുന്നത്. അടി കൊള്ളുന്നതും ആളെന്ത് ചെയ്യണം, തെറിച്ച് വീഴുന്നുണ്ട്, ഒരുപാട് ദൂരേക്ക് തെറിച്ച് വീഴുന്നു, അതേപോലെ തന്നെ ബോധരഹിതനാവുന്നുണ്ട്. സംഭവം എന്താ, നമ്മുടെ ഈ ഒരു തീഫ് എന്തിട്ടുണ്ടായിരുന്നില്ല, മരിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ബോധം പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ അങ്ങനെ എടുത്തിട്ട് മറിച്ചിട്ടും തിരിച്ചിട്ടും ഈ ഇല മാറ്റിയിട്ടും കഴുത്തുകൂടെ കഴിക്കാൻ നോക്കിയിട്ട് കൂടെ ആയിട്ട് ഇയാൾക്ക് നഷ്ടപ്പെട്ട ബോധം തിരിച്ചു കിട്ടുന്നു. ഇയാളുടെ അടുത്ത് നല്ലൊരു അടി ആർക്ക് കിട്ടുകയാണ്, നമ്മുടെ മെയിൻ ഈ പൈസ മോഷ്ടിക്കാൻ വേണ്ടി വന്നിട്ടില്ല ഞാഗർക്ക് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ആളെന്ത് ചെയ്യണം, ആളവിടെ തെറിച്ച് വീഴുന്നുണ്ട്. നമ്മുടെ തീഫ് എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ കോൺഷ്യസ്നെസ് ഒക്കെ വീണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയാൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആളുള്ളത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആൾ ഈ പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും എന്താ പറയുക അയാളുടെ ദേഹത്ത് ഉണ്ടായിരുന്ന ഗ്രീൻ ലീഫൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇപ്പോൾ ഈ വടി കൊണ്ട് കിടക്കുന്ന ആളിനെ എന്ത് ചെയ്യുന്നത്, അയാളെ എങ്ങനെയാണ് പൊതിഞ്ഞിരുന്നത് അതേപോലെ തീഫ് ഇയാളെ ഇനിയും പൊതിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് കിടത്തിയിട്ട് നമ്മുടെ എന്താ പറയുക തീഫ് എന്ത് ചെയ്യണം, അവിടെ നിന്ന് ബ്രിഡ്ജ് വഴി രക്ഷപ്പെട്ടു പോവുകയാണ്. ആദ്യത്തെ ഓട്ടത്തിൽ ഒരു ബ്രിഡ്ജൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്രാവശ്യം കറക്റ്റായിട്ട് ബ്രിഡ്ജൊക്കെ കണ്ട് നല്ല വഴി കൂടെ ഓടി രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നതിൻ്റെ മുന്നേ, സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫ്യൂണറൽ നടത്തട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ബാക്കി ചടങ്ങുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിയിച്ചിട്ട് ഇങ്ങനെ ഒരു കൊല നടന്നു എന്നൊക്കെ അറിയിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ക്ലാനിലുള്ള എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എന്താ പറയുക ഫ്യൂണറൽ ഡ്രം മുഴക്കുന്നുണ്ട്. അത് രാവിലെ ഈ ഒരു സംഭവം കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു ഏരിയയിലേക്ക് എത്തിച്ചേരുന്നതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ ലീലോ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ചടങ്ങൊക്കെ അല്ലെങ്കിൽ ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രമ്മിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ആര് ഫോളോ ചെയ്ത് വരുന്നുണ്ട്, ഒരു 10-100 ആളുകൾ, ആ ഒരു ക്ലാനിലുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് അവിടെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവരവിടെ ഒപ്പോക് ട്രീ എന്ന് പറയുന്ന ട്രീൻ്റെ, അപ്പോൾ ഒപ്പോക് മരത്തിൻ്റെ താഴെയായിട്ട് ഇവരെല്ലാവരും കൂടി അലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ അവിടെ എന്തെങ്കിലും ക്രിമിനൽ പ്രശ്നങ്ങളോ കേസുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവരവിടെ വിധി നടപ്പിലാക്കാനും അതേപോലെ തന്നെ അതിൻ്റെ മീറ്റിംഗ് കൂടാനൊക്കെ വരുന്ന സ്ഥിരം പരിപാടിയാണത്. അപ്പോൾ അവിടേക്ക് എന്ത് നമ്മൾ ഒലീലിയും അതേപോലെ തന്നെ 10-100 ആളുകളും കൂടെ അവിടേക്ക് എത്തിയിട്ടത്.
അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും കൂടി അവിടെ സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ എന്താ പറയുക, ഓക്സിജൻസിനെ മോഷ്ടിച്ച് പോയ ആളാണ്. അപ്പോൾ ഇവരെ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളെ നമ്മൾ കൊന്നിട്ടുണ്ട്, അയാളുടെ ഡെഡ് ബോഡിയാണ് അത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആളെന്ത് പറയുകയാണ്, ഇനിയിപ്പോൾ ഈ ഒരു സംഭവം ഇൻസിഡൻറ്റ് എന്ത് ചെയ്യണം, വൈറ്റ് പീപ്പിളിനെ, അതായത് പോലീസുകാരെന്നെ അറിയിക്കണം. അപ്പോൾ ഈ പോലീസുകാരെന്നെ അറിയിച്ചിട്ടുണ്ടെന്ന്, ഇപ്പോൾ ഓൾറെഡി ബ്രിട്ടീഷ് അതോറിറ്റീസാണ് അവിടെ ഉള്ളത്. അപ്പോൾ പറയും ബ്രിട്ടീഷ് അതോറിറ്റീസിനെ അറിയിക്കുന്ന സമയത്ത് നമ്മുടെയും അവരുടെയും നിയമങ്ങൾ വ്യത്യാസമുണ്ട്. ഇവരെ സംബന്ധിച്ച് മോഷണം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലുക എന്നുള്ളതാണ് നമ്മുടെ ആചാരം. പക്ഷെ അവരെ സംബന്ധിച്ച് എല്ലാം നിയമത്തിന് വിധേയമാണ്, അതായത് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് നമ്മുടെ ബ്രിട്ടീഷ് അതോറിറ്റീസിൻ്റെ ഒരു രീതി. അപ്പോൾ അതുകൊണ്ട് അവർക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളേതെങ്കിലും ഇന്നലെ ആ ഒരു കൊലപാതക സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ ഇത്ര ആളുകളാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പിടിച്ച് ജയിലിലിടും. അപ്പോൾ ഇവരെന്ത് തീരുമാനിക്കുക, നമുക്കൊരു കാര്യം ചെയ്യാം, അവരുടെ അടുത്ത് പോയിട്ട് പറയാം ഇങ്ങനെയാണ്, അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അവർ ചോദിക്കും ആരാണ് കൊന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ക്ലാനിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കൊന്നതെന്ന് പറയണം. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും പിടിച്ച് ജയിലിൽ കൊണ്ടുവിടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചോദിച്ചാലും അങ്ങനെ പറയണം. അപ്പോൾ ഈ കാര്യം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 30 ആളുകൾ ജസ്റ്റ് ഒന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവരെ 10-30 ആളുകളെ, കുറച്ച് സ്ത്രീകളും കുറച്ച് പുരുഷന്മാരൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് ആ ഒരു പോലീസുകാരുടെ വൈറ്റ് പീപ്പിളിനോട് ഈ കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതേപോലെ തന്നെ ഇവർ നമ്മുടെ ഇദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വൈഫുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാര്യമാരാണ് ആൾക്കുള്ളത് നമ്മുടെ ന്യാഗർക്ക്. അപ്പോൾ ഇവരുടെ ഭാര്യമാർ തമ്മിലൊരു ന്യാഗറുടെ വൈഫുമാർ തമ്മിലൊരു കോൺവെർസേഷനൊക്കെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ എവിടെ പോയി, ഇദ്ദേഹം എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ മറ്റേ വൈഫ് പറയുന്നുണ്ട് അദ്ദേഹം രാവിലെ എണീച്ച് പോയെന്ന് തോന്നണം. മിക്കവാറും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ ആളുകളുടെ കൂട്ടത്തിലുണ്ടാവും, കാരണം ന്യാഗറിനെ ആരും പിന്നെ കണ്ടിട്ടില്ല. ആളാണ് ഇപ്പോൾ അവിടെ ഇലയിൽ പൊതിഞ്ഞ് കെട്ടി കിടക്കുന്നത്. അപ്പോൾ ആരും കണ്ടിട്ടില്ല എന്നുള്ള രീതിക്ക് ഭാര്യമാർ രണ്ടുപേരും അല്ലെങ്കിൽ അവരൊക്കെ അവിടെ റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു വൈഫ് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് വരുന്ന സമയത്ത് ഒരു കരിമ്പൂച്ച അതേപോലെ മുന്നിൽ വട്ടം ചാടിയത് കണ്ടില്ല, അതന്നെ ഒരു അപശകുനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു സൂപ്പർസ്റ്റിഷനാണ്. നമ്മൾ ഓൾറെഡി കറുത്ത പൂച്ച വട്ടം ചാടിയാൽ എന്തോ ഒരു പ്രശ്നമാണെന്ന് പറയുന്നു. അതേ അപകടം ഓൾറെഡി അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവരുടെ ഹസ്ബൻഡിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൂപ്പർസ്റ്റിഷനെ സാധൂകരിക്കുന്ന രീതിക്കുള്ള ഇൻസിഡൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ലോറിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ ലോറിയിൽ എന്ത് ചെയ്യണം, യൂറോപ്യൻ പോലീസ് ഓഫീസേഴ്സ് അതേപോലെ തന്നെ ആഫ്രിക്കൻ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ പോലീസുകാരും അതേപോലെ തന്നെ ഈ പോയ 30 ആളുകളും കൂടിയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് ആരാണ് ക്ലാനിലത്തെ എൽഡർ, ആരാണ് മൂത്ത ആളാരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി മീറ്റിംഗ് വിളിച്ച ആളുണ്ടല്ലോ ഒലീലോ, അപ്പോൾ ഒലീലോ ആണെന്ന് പറഞ്ഞ ആൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർ എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോഷണം നടത്തിയിട്ടുണ്ടായിരുന്നു, അവർ ഞങ്ങൾ കൈയോടെ പിടിച്ചു, ഒരാൾ ഞങ്ങളുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടു എന്ന് നമ്മുടെ ഒലീലോ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് പോലീസുകാർ ഭയങ്കരമായിട്ട് തിരിച്ച് ഷൗട്ട് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾക്കാരാണ് അതിനുള്ള അവകാശം തന്നത്, നിയമം കയ്യിലെടുക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മുന്നേ ഇതേപോലെ ഇൻസിഡൻറ്റ് ഉണ്ടായതല്ലേ, അതേപോലെ തന്നെ ഇപ്രാവശ്യം ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത്തവണ നിങ്ങൾക്ക് ഞാൻ നിയമം എന്താണെന്ന് കാണിച്ചിരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്നോട് ചോദിക്കുന്നുണ്ട് ആരാണ് കൊന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്താ പറയുന്നത്, ഓൾ ഓഫ് അസ് എന്നാണ് പറയുന്നത്, ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കൊന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, പോലീസുകാരും വീണ്ടും ചോദിക്കണേ അങ്ങനെയൊന്നും മണ്ടത്തരം പറയാൻ നിൽക്കരുത്, ആരാണ് ശരിക്കും അവനെ അടിച്ചത് അല്ലെങ്കിൽ ആരാണ് അവനെ ആദ്യം അടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ആളുകൾ എന്താ പറയുന്നത്, ഞങ്ങൾ എല്ലാവരും കൂടെയാണ് അടിച്ചത്. കാരണം ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ കുറച്ച് പേരുടെ പേര് പറഞ്ഞാൽ അവരെ ഒന്നിച്ച് ശിക്ഷിക്കപ്പെടുമെന്ന് അറിയുന്നത് കൊണ്ടാണ് ഇവർ ഒന്നിച്ച് കൂട്ടത്തോടെ തീരുമാനം പറയുന്നത്. ഞങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ 10-100 ആളുകളെ പിടിച്ച് ഒന്നിച്ച് കൊണ്ടുപോയിട്ട് ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും സമ്മതിക്കുന്നില്ല കണ്ടപ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട് എവിടെയാണെന്നിട്ട് ഇപ്പോൾ ബോഡി കിടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ അവർ ആ ഒരു സംഭവമൊക്കെ ലീഫൊക്കെ നീക്കി നോക്കുമ്പോൾ ഇതാരാണ്, ഇവർ അടിച്ചിട്ട് കൊന്നിട്ടിട്ടുള്ള ആൾ അല്ല, ആൾ മാറിയിട്ടുണ്ട് എന്നുള്ള ന്യാഗറാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത് എന്നുള്ളത് അവർക്ക് അപ്പോഴാണ് മനസ്സിലായി. എങ്ങനെ ഇപ്പോൾ ഇത് ന്യാഗറായത് എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ന്യാമുദ, അതായത് ന്യാഗറിൻ്റെ വൈഫും എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ്, എന്താ പറയുക, ഞെട്ടിപ്പോവുകയാണ്. എല്ലാവരും ഷോക്കഡായി പോവുകയാണ്. അപ്പോൾ എല്ലാവരും അയ്യോ ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു, പക്ഷേ ഇവർക്ക് കറക്റ്റായിട്ട് അറിയാം ന്യാഗറിനെ ഇവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടതാണ്, ന്യാഗർ വീട്ടിൽ കയറി പോകുന്ന ഈ ആളുകൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ എങ്ങനെ ആ ഒരു സ്ഥാനത്ത് അദ്ദേഹം എത്തിയെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവരത് എങ്ങനെ പറയാൻ ശ്രമിച്ചാലും നമ്മുടെ ന്യാമുദയ്ക്ക് വന്നത് കൺവിൻസ് ആവുന്നില്ല. കാരണം ഞങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങൾ കൊണ്ടുപോയി കൊന്നു എന്നുള്ള രീതിക്കാണ് ഇവരത് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവർ എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അവരുടെ ഹെഡ് എന്ത് പറയുന്നു, ഒലീലോ എന്ത് പറയുന്നുണ്ട്, ഇങ്ങനെ സംഭവം നടന്നു. അപ്പോൾ അതിലുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ന്യാമുദ അതൊന്നും വിശ്വസിക്കുന്നില്ല. ആ ഒരു വാക്കുകളിലൊന്നും അവർക്ക് ആശ്വാസം കിട്ടുന്നില്ല. കാരണം അവരെ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ഒരാളാണ്, അപ്പോൾ അയാളാണ് ഇവിടെ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്നത് കള്ളമാണ്, തിരിച്ചയാൾ വീട്ടിലേക്ക് ഇന്നലെ ഞങ്ങൾ ആക്കിയതാണ് എന്നൊക്കെ പറയുന്നത് കള്ളമാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ന്യാമുദ ഭയങ്കര ഇമോഷണലാവും. അതൊക്കെ നമുക്ക് കാണാനായിട്ട്
കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കൂട്ടത്തിലൊരു പോലീസുകാരനും ഇതേപോലെ അവളെ എന്താ പറയുക ഹസ്ബൻഡിൻ്റെ മരണത്തിൽ അവരെ ഒരു എന്താ പറയുക ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നിലും അവരാരും നിൽക്കുന്നില്ല. അത് അവർക്കാർക്കും അത് ഡൈജസ്റ്റ് ആവുന്നില്ല. അങ്ങനെ ഇവരുടെ ബോഡി എടുത്തിട്ട് ഞാമുദയുടെ എന്താ പറയുക ബോഡി എടുത്തിട്ട് ഞാഗറുടെ ബോഡി എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ഇവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഞാമുദ അവളുടെ ആ ഒരു വിഷമം കാണിക്കുന്ന അല്ലെങ്കിൽ വീപ്പ് ചെയ്തുകൊണ്ട് ചാൻറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സീനാണ് നമുക്ക് പിന്നെ ലാസ്റ്റ് കാണുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഫൈനലി അവൾ പാടുന്ന ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ സീൻ വരുമ്പോഴേക്കും നമ്മൾ അതിനകത്ത് കാണുന്നത് എത്രത്തോളം അവർക്ക് ആ ഒരു വിഷമം അവർ ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഹസ്ബൻഡ് ഇല്ലാണ്ടായതിൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ അവരെങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ലൈഫ് എന്തായിരിക്കും എന്നൊക്കെ നമ്മുടെ മുന്നിലൊരു എന്താ പറയുക ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് സൂപ്പർസ്റ്റിഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ബിലീഫുകൾ, അവരുടെ എന്താ പറയുക ആ വൈറ്റ് പീപ്പിളും ബ്ലാക്ക് പീപ്പിളും തമ്മിലുള്ള പ്രശ്നമാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിലും അതിൻ്റെ എല്ലാ ഏരിയാസും ഒന്നും കവർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം.